ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ നെറ്റ്ഫ്ലിക്സ് സിനിമയായ ദ 688 സിനിമ ഇപ്പോൾ ക്രിസ്മസിനാണ് സ്ട്രീമിങ്ങിന് അവൈലബിൾ ആയിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ വൺ ഓഫ് ദ ടോപ്പ് 10 മൂവീസിൽ ഉടനെ തന്നെ വരികയും ചെയ്തിരുന്നു. ഇനി ഈ സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, രണ്ടാം ലോക മഹായുധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് യുദ്ധത്തിൻ്റെ ഫ്രണ്ടിൽ അന്ന് വിമൺ ബറ്റാലിയൻസ് ഒന്നും തന്നെയും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും അത് വെള്ളക്കാരായ സ്ത്രീകളാണ്. അങ്ങനെ ഒരു കമാൻഡ് യൂണിറ്റ്, അമേരിക്കൻ ആർമിയുടെ ഒരു കമാൻഡ് യൂണിറ്റ്, അത് വിമൺ ഓഫ് കളർ അവരുടെ യൂണിറ്റാണ്. അപ്പോൾ ആ ഒരു ബറ്റാലിയൻ പറയുന്ന പേരായിരുന്നു ദ 688 എന്ന് പറയുന്ന ബറ്റാലിയൻ. അവരെ യുദ്ധമുഖത്ത് ഡിപ്ലോയ് ചെയ്യുന്നു. അപ്പോൾ യുദ്ധമുഖത്ത് ഡിപ്ലോയ് എന്ന് പറയുമ്പോൾ ശരിക്കും ഗൺ ഫൈറ്റിന് വേണ്ടിയിട്ടല്ല, പക്ഷേ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ബാക്കിലെ മെയിൽ ഹാൻഡ്ലിംഗ് ഡിവിഷനിലേക്കാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കത്തും ആർക്കും കിട്ടുന്നില്ല. നാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവർ അയക്കുന്ന കത്ത് സൈനികർക്കോ അല്ലെങ്കിൽ സൈനികർ അയക്കുന്ന കത്ത് തിരിച്ച് വീടുകളിലേക്കോ ഒന്നും തന്നെ വരുന്നില്ല. ഈ മെയിൽ യൂണിറ്റ് കംപ്ലീറ്റ് ഒരു പ്രോബ്ലമാറ്റിക്കായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവരെ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഡിപ്ലോയ് ചെയ്യുമ്പോഴും ഇവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഡിപ്ലോയ്മെൻ്റ് ഒന്നുമല്ല. ഇത് വളരെ ടഫായിട്ടുള്ള വെള്ളക്കാരായ ഉദ്യോഗസ്ഥർ, വളരെയധികം റേസിസം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരുടെ ഇടയിലേക്കാണ് ഇവരെ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ആരും തന്നെ ഇവരെ മതിക്കാത്ത ഒരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിലോട്ടാണ് ഇവർ എത്തുന്നത്. അപ്പോൾ കെറി വാഷിങ്ടണാണ് ഈ ബറ്റാലിയൻ്റെ മെയിൻ ക്യാരക്ടർ, ബറ്റാലിയൻ്റെ ലീഡ് ക്യാരക്ടർ ചാരിറ്റി ആഡംസ് എന്ന് പറയുന്നത്, ക്യാപ്റ്റൻ ചാരിറ്റി ആഡംസ് എന്ന് പറയുന്ന റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് കെറി വാഷിങ്ടണാണ്. അപ്പോൾ ഇവർ ഡിപ്ലോയ് ചെയ്യപ്പെടുന്നു. ഇവർക്ക് 6 മാസം സമയം കൊടുക്കുന്നു. ഒരു ലക്ഷക്കണക്കിന് ലെറ്ററുകൾ കിടക്കുവാണ്. ഇതിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഏതൊക്കെ ലെറ്റർ എവിടെ നിന്നാണ് വന്നത്, ഇതൊന്നും തന്നെയും അറിയാൻ ഒരു നിർവാഹമില്ല. പക്ഷേ അവസാനം ഇവർ ഈ ചാരിറ്റി ആഡംസിൻ്റെ നേതൃത്വത്തിൽ ആ ടീം, വുമൺ ഓഫ് കളർ, ആ ബറ്റാലിയൻ ഈ മെയിലെല്ലാം സോർട്ട് ചെയ്യുന്നു, എല്ലാം ഫിക്സ് ചെയ്യുന്നു, എല്ലാവർക്കും എല്ലാ ലെറ്റേഴ്സും കിട്ടുന്നു. അതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. എനിക്ക് ഈ സിനിമയായിട്ടൊരു കമ്പാരിസൺ തോന്നിയത് കുറച്ച് നാൾക്ക് മുമ്പ് വന്ന ഹിഡൻ ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. അത് വിമൺ ഓഫ് കളർ നമ്മുടെ മൂൺ ലാൻഡിങ്ങിൻ്റെ പുറകിൽ വർക്ക് ചെയ്തതിനെ പറ്റിയുള്ള കഥയായിരുന്നു. ഇത് സെക്കൻഡ് വേൾഡ് വാറിലെ ഫസ്റ്റ് അങ്ങനെ ഒരു ബറ്റാലിയൻ പോകുന്നതിൻ്റെ ഫസ്റ്റ് ബറ്റാലിയൻ്റെ കഥയാണ്. വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു യുദ്ധത്തിൻ്റെ തീവ്രത എടുക്കുന്ന സീനൊന്നും നമ്മളിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടിയും ഒരു റേസിസം, അവർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിട്ടിരുന്നത്, അത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവർ ഓവർകം ചെയ്തത്, ആ പ്രശ്നങ്ങൾക്കിടയിൽ അവരെങ്ങനെയാണ് അവരുടെ ഒരു മോട്ടീവ് ക്ലിയറാക്കി വെച്ചിട്ട് അവരെ ലക്ഷ്യത്തിലോട്ട് വർക്ക് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു ലെസണും ആ ഒരു വ്യൂ പോയിൻറ്റും ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ പ്ലസ് പോയിൻ്റ് ആണ്. കെറി വാഷിങ്ടൻ്റെ പെർഫോമൻസ് ആണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ്. അവർ ഈ ഫുൾ റോൾ ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ആ സ്റ്റോറി ലൈൻ എൻറ്റയർലി ഹാൻഡിൽ ചെയ്യുന്നതിൽ കെറി വാഷിങ്ടൺ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സിനിമയ്ക്ക് പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലതാർജിക്കായിട്ട് ഫീൽ ചെയ്യും പല സ്ഥലങ്ങളിലും വെച്ചിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സ്ലോ ആവുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു അനുഭവം ചില സമയത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് ഈ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടെ ടൈറ്റാക്കാൻ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഹിഡൻ ഫിഗേഴ്സിൽ ഒരു സീനുണ്ട്. ഞാൻ ഹിഡൻ ഫിഗേഴ്സിൻ്റെ സീൻ പറയാൻ കാര്യം, ആ സീൻ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ബ്രേക്ക് എടുക്കുന്നത് 45 മിനിറ്റ്സോളം മറ്റാണ്. അപ്പോൾ ഉടനെ സുപ്പീരിയർ ഓഫീസർ ചോദിക്കുന്നു 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് നിങ്ങൾ എവിടെയാണ് പോകുന്നത്. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ബിൽഡിങ്ങിൽ ഒരു റെസ്റ്റ് റൂമില്ല, ഒരു ടോയ്ലറ്റ് ഇല്ല, എനിക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോകണം, അപ്പോൾ ഞാൻ ഇത്ര സമയം ഓടിയാൽ മാത്രമേ എനിക്ക് എത്താൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ആ സുപ്പീരിയർ ഓഫീസിന് അത് അറിയത്തില്ല. അദ്ദേഹം നേരെ വന്നിട്ട് ഈ ടോയ്ലറ്റ്, വെള്ളക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്യുന്ന ടോയ്ലറ്റിൻ്റെ ബോർഡ് അടിച്ച് പൊട്ടിക്കുന്നതാണ് ഹിഡൻ ഫിഗേഴ്സിലുള്ളൊരു സീൻ. ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സീൻസാണ്. പക്ഷേ അത്തരത്തിലുള്ള സീന് ദ 688 കുറവാണ്. പല സ്ഥലങ്ങളിലും അത്തരം സീൻസ് ക്രിയേറ്റ് ചെയ്യാതെ വേർഡ്സിലൂടെ ഈ ഇത്തരം സിറ്റുവേഷൻസ് പറയുകയും അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ സ്ക്രീൻ പ്ലേ ടൈറ്റാക്കാമായിരുന്നു. സിനിമ ഒരു ക്ലാസിക് സിനിമയിലേക്ക് പോയേനെ. അതിൻ്റെ അത് ടൈലർ പെറിയാണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിന് അതിൽ ചെറിയൊരു വീഴ്ച പറ്റിയെന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു ക്രൂവിന് വീഴ്ച പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷേ ഓവറോൾ
ഒരു മോശം സിനിമ എക്സ്പീരിയൻസ് ഒന്നുമല്ല. തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നെറ്റ്ഫ്ലിക്സ് സിനിമ എൻജോയ് ചെയ്യാം. ഒരു നല്ല വാച്ചാണ്. ഒരു ഹിസ്റ്ററി ബഫ് അല്ലെങ്കിൽ വേൾഡ് വാർ 2 എന്തൂസിയാസ്റ്റിനെയൊക്കെ നല്ലപോലെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അധികം കേട്ടിട്ടില്ലാത്ത ഒരു കഥയാണ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കഥയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാനും അത് അറിഞ്ഞ് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സിനിമ കാണുന്നത് തീർച്ചയായും എഫക്റ്റീവാണ്. പക്ഷേ അതിനുമപ്പുറം ഒരു വലിയ സെക്കൻഡ് വേൾഡ് വാർ ക്ലാസിക് എന്ന നിലയിലൊന്നും ഈ സിനിമ റേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ ഓൾ ക്വയറ്റ് ഇൻ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ ലാസ്റ്റ് ടൈം ഓസ്കാർ നോമിനേഷന് വേണ്ടി നെറ്റ്ഫ്ലിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസംബർ ടൈമിലാണെന്ന് തോന്നുന്നു ആ പടവും വന്നത്. പക്ഷേ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്രയും വലിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും സിനിമ നിങ്ങൾ കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.